ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 17-ാം വാക്യം. അനർത്ഥ ദിവസത്തിൽ എൻ്റെ ശരണം നീയല്ലോ. സൈനികനായ ജിം മാർട്ടിന് ഒരു യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. 2 കണ്ണുകളും നഷ്ടമായി കഴിഞ്ഞിരുന്നവന് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഡോക്ടർമാർക്ക് ജിമ്മിൻ്റെ 2 കരങ്ങളും കൂടെ മുറിച്ചു മാറ്റേണ്ടി വന്നു. കണ്ണും കരവും നഷ്ടമായ ജിം ഡോക്ടർമാരോട് തൻ്റെ ജീവൻ അവസാനിപ്പിച്ചു തരണമെന്ന് കേണപേക്ഷിച്ചു. തങ്ങൾക്കതിനുള്ള അധികാരമില്ലെന്ന് പറഞ്ഞ ഡോക്ടർമാർ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നിരാശനായ ജിം തൻ്റെ ജീവൻ അവസാനിപ്പിക്കാൻ ഡോക്ടർമാരോട് നിർദ്ദേശിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് രാജാവിന് കത്തയച്ചെന്നാൽ ഈ കത്ത് കിട്ടിയ ജോർജ് 5 രാജാവ് ജിമ്മിനെ ഇങ്ങനെ അറിയിച്ചു: നിന്റെ രാജാവിന് നിന്നെ ആവശ്യമുണ്ട്, കത്ത് ഉടൻ വരും. ഈ വാക്കുകൾ ജിമ്മിന് ധൈര്യം നൽകി. രാജ്യത്തിന് നൽകിയ സേവനങ്ങൾക്ക് ജിമ്മിന് അംഗീകാരം നൽകിക്കൊണ്ടുള്ള രാജാവിൻ്റെ കത്ത് അവനെ തേടി ചില ദിവസങ്ങൾക്കുള്ളിൽ എത്തി. അവൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറി. ആരോഗ്യം മെച്ചപ്പെട്ടു. വിദഗ്ധ പരിശീലനത്തിന് ശേഷം രാജാവിൻ്റെ അറിയിപ്പുകൾ കൊട്ടാരത്തിൻ്റെ ഓരോ മുറിയിലും എത്തിക്കുന്ന സന്ദേശവാഹകനായി ജിം ജോലിയിൽ പ്രവേശിച്ചു. പ്രിയമുള്ളവരെ, നാം ആഗ്രഹിക്കുന്നതായ സ്നേഹമോ പിന്തുണയോ ഒന്നും ഒരുപക്ഷെ നമുക്കും ലഭിച്ചു എന്ന് വരികയില്ല. നാം പ്രിയരെന്ന് കരുതുന്ന നമ്മുടെ ബന്ധുക്കളോ സ്നേഹിതരോ ചർച്ചക്കാരോ ആരും തന്നെ നമുക്ക് ആവശ്യമായ സ്നേഹമോ പ്രോത്സാഹനമോ ഒന്നും നൽകി എന്നും വരികയില്ല. എന്നാൽ ഇന്ന് നാം കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഇന്ന് നാം കേട്ട ആമുഖ കഥയുടെ അടിസ്ഥാനത്തിൽ രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശു കർത്താവ് നമ്മെ ഒരിക്കലും തള്ളിക്കളയുകയോ ഉപേക്ഷിക്കുകയില്ല എന്ന് അരുളി ചെയ്യുന്നു. അവൻ നമ്മുടെ ബലഹീനതകളെ ബലമാക്കി തീർക്കുകയും നമ്മളെ ബലവാന്മാരാക്കി മാറ്റുകയും ചെയ്യുന്നു. ഈ ദൈവത്തിൽ പരിപൂർണമായി നമുക്ക് ആശ്രയിക്കാം. അവൻ്റെ കാൽച്ചുവടുകളെ നമുക്ക് പിൻഗമിക്കാം. ഈ വചനത്താൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ധൈര്യം ചോർന്നു പോകുന്നതായ നിമിഷങ്ങളിൽ ദൈവമേ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഈ പ്രഭാതത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ ഉറപ്പിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ലഭിക്കുന്ന അംഗീകാരവും സ്നേഹവും ഒക്കെ കർത്താവേ അവിടുത്തെ ദാനമാണെന്ന് ഞങ്ങളെല്ലായ്പ്പോഴും മനസ്സിലാക്കിക്കൊണ്ട് ദൈവമേ, നിൻ്റെ പാത പിൻഗമിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഈ പുതിയ പ്രഭാതത്തെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.